Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Ma'am. Yes. Start ചെയ്യാം. Yes, good morning once again. നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയത് അല്ലെ? ശകലം നമ്മൾ എടുത്തോളൂ, ഒരു കുഞ്ഞു പാരഗ്രാഫ് ആണ് എടുത്തത് അല്ലെ? ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ക്ലിനിക്കൽ ഓഡിറ്റ്. യെസ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ? എന്താണ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഹൗ, അല്ലെങ്കിൽ ഫ്രം വേർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ്, എവിടെ നിന്നാണ് അത് ഡിറൈവ് ചെയ്തെടുത്ത്, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എന്തായിരിക്കാം ഓഡിറ്റിങ്ങിന്റെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മുടെ ക്ലിനിക്കൽ ഫീൽഡിൽ മാത്രമൊന്നുമല്ല, ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽക്കേ തന്നെ എന്താ പറയാ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ടു ഇംപ്രൂവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടു മേക്ക് ചേഞ്ചസ് അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് പോരായ്മകൾ, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താൽ ചെലവുകൾ കുറയ്ക്കാം, മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താം, ഡെവലപ്മെന്റ് വരുത്താം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് ഇന്ന് പല കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കുന്നുണ്ട്. പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇന്ന് ഓഡിറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ എന്താ നമുക്കറിയാം, പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മുടെ ഹോസ്പിറ്റൽസ് മാത്രമൊന്നുമല്ല, ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോഴൊക്കെയാണ് അത് കുറച്ച് കൂടുതൽ ആവശ്യം വേണ്ടി വന്നത്. കാരണം മാനേജ്മെന്റ് കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് മാറാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതാണ്, ഒരു പ്രയത്നമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത്? അവിടേക്ക് പോരായ്മകളോ അതുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ ആവശ്യകത വരുന്നത് അല്ലെ? അപ്പൊ പണ്ട് മുതലേ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡുകൾ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെങ്കിലും അത് പോരാ, ഇനിയും കുറച്ചുകൂടി കൂടുതൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം, ആസ് എ ഹോൾ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത, നെസസിറ്റി വന്നത് ഇത്രയും അധികം ഡിസീസസ് ഇങ്ങനെ പെരുകാൻ തുടങ്ങിയതും, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ലൈഫ് സ്റ്റൈലില് മാറ്റങ്ങൾ വന്നതുകൊണ്ടും, പോപ്പുലേഷൻ ഇൻക്രിമെന്റ് വന്നതുകൊണ്ടും, അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇങ്ങനെയുള്ള കുറെ പുതിയ കോഴ്സസ് തന്നെ ഉത്ഭവിച്ചു വരുന്നത്. കാരണം അവിടെയൊക്കെ മാനേജ്മെന്റിന് കുറച്ച് എന്താ പറയാ പോരായ്മ, ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കൊടുക്കുന്ന പേഷ്യൻസിന് കിട്ടുന്ന ഹെൽത്ത് കെയറില് വളരെയധികം അപാകതകളുണ്ട്, അല്ലെങ്കിൽ പോരായ്മകളുണ്ട്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ കെയർ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള കെയറിങ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? ഒരു രോഗവുമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടേണ്ട കെയർ, നമുക്ക് കിട്ടേണ്ട മറ്റു കാര്യങ്ങൾ അല്ലെ? അപ്പൊ അതൊക്കെ കിട്ടാതെ, അല്ലെങ്കിൽ അതിന്റെയൊക്കെ അളവിൽ എന്തെങ്കിലും കുറവുകളൊക്കെ വരുന്നത് കൊണ്ടാണ്, പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വന്നത്. അതുപോലെ തന്നെ ഇത്തരം മേഖലകൾ, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസും ഇന്ന് ഓഡിറ്റിങ്ങിനും വിധേയമാണ്. ദാറ്റ് മീൻസ് എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയറിൽ എന്തൊക്കെ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് പ്രോസസ് ക്യാൻ ബി ബ്രാഞ്ച് അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓഡിറ്റിങ് ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിലും ഇന്ന്
ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയാ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വെർബ് വിച്ച് ഈസ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വെർബിൽ നിന്ന് ഉണ്ടായതാണ്. അതിന്റെ മീനിങ് ടു ഹിയർ എന്നാണ്. അപ്പൊ ടു ഹിയർ എന്ന് പറയുമ്പോൾ കേൾക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കേൾക്കലല്ല, ബോത്ത് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി കേട്ട് അതിനുശേഷം വി ഹാവ് ടു ആക്ട് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ചില കാര്യങ്ങൾ കണ്ടെത്തി അത് ആക്ട് ചെയ്ത് കണ്ടെത്തണം എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറിയുടെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി, അതായത് ബന്ധപ്പെട്ട ആളുകൾ ഈ ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ബുക്കുകളോ അല്ലെങ്കിൽ മറ്റേ റെക്കോർഡുകളോ ഒക്കെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ അതിനൊക്കെ ഉത്തരങ്ങൾ ലഭിച്ച് അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് എടുത്ത് അതുള്ള കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്ത് ഇതെല്ലാം കൂടി പെടുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്ന ആ ലാറ്റിൻ വെർബിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഓഡിയോ എന്നുള്ളത്. ഇനി നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിന്റെ മീനിങ് മറ്റൊന്നാണ്. എന്താണത്? നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ്. ഓരോ സംരംഭങ്ങളുടെയും, ഓരോ ബിസിനസ് സംരംഭങ്ങളുടെയും, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻസും മറ്റു തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ടുകള് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ബോഡി, ഒരു പുറത്തുള്ള എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി ഓഫ് അല്ലെങ്കിൽ ഒരു ടീം എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. അത് ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്പെക്ഷൻ ആണ്. അതായത് ഒരു എന്താ പറയാ വെറുതെ പോയിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഔദ്യോഗികമായിട്ട് അതിനകത്ത് ചെക്കിംഗ് ഒക്കെ ചെയ്തു അവിടുത്തെ ഓർഗനൈസേഷന്റെ അക്കൗണ്ട് ബുക്കുകളും മറ്റു റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് അതിന് വേണ്ട അതിൽ നിന്ന് ആ ചെക്ക് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ഇംപ്രൂവ് ചെയ്യാനൊക്കെ എടുക്കണം, നടപടികൾ സ്വീകരിക്കണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ചെക്കിംഗ് ആണ്. അപ്പൊ അതാണ് നമ്മളുടെ ഇംഗ്ലീഷിൽ ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ്. ഓഡിറ്റിന്റെ മീനിങ് ആണ് ആ ഒരു ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ആ ഒരൊറ്റ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നമുക്ക് ലാറ്റിൻ വെർബ് ഓഡിയോ എന്നതിന്റെ മീനിങ് ചോദിക്കാം. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിന്റെ മീനിങ് എന്താണെന്ന് ആ ഇൻവെർട്ടർ കോമയിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും ചോദിക്കാം. ഓക്കെ, സോ നമ്മളത് 2 മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി ഇന്ന് nowadays current situation and such we can see this audit term is used in different types of context. പല കോണ്ടെക്സ്റ്റുകളിലും പല കാര്യങ്ങളിലും നമ്മൾ എന്താ പറയാ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. ഇക്കണോമിക് പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപാടുകൾ നടത്തുന്നിടത്ത് ഓഡിറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ എന്താ പറയാ നമ്മുടെ ഒരു ചെറിയ ചെറിയ സംഘടനകളുണ്ട്, കുടുംബശ്രീ, അയൽക്കൂട്ടം എന്നൊക്കെ പറയുന്ന ചെറിയ യൂണിറ്റുകളുണ്ട്, 20 മെമ്പേഴ്സ് ഒക്കെ ലേഡീസ് ഒക്കെ ചേർന്നിട്ടുള്ള. അവിടെയും ഓഡിറ്റിംഗ് നടത്താറുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ. വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അത് കുടുംബശ്രീയിലൊക്കെ ഇതുപോലെ നടക്കുന്നത്. അപ്പൊ പല വിഭാഗങ്ങളിലും പല കോണ്ടെക്സ്റ്റുകളിലും ഓഡിറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഓഡിറ്റിങ്ങിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ എയിം? വാട്ട് ഈസ് ദ എയിം? എന്തിനാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ഓഫ് ദെയർ ഒബ്ജക്റ്റീവ്സ്. ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലും നമ്മൾ ഈ ഓഡിറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരമായ അത് അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു എന്താ പറയാ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓഡിറ്റിംഗ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കിപ്പോ ഓരോ ഓർഗനൈസേഷനും വന്നിട്ട് ഏതോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ പല കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് നമ്മൾ ഏതിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്? ഓഡിറ്റിംഗിന്റെ ബേസിസിലാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ഓഫ് അവർ ഗോൾ ഓഫ് എനി ഓർഗനൈസേഷൻ ഓർ എനി ബിസിനസ്. ഏത് ബിസിനസിന്റെ ആയിക്കോട്ടെ, ഏത് ഓർഗനൈസേഷന്റെ ആയിക്കോട്ടെ, ലക്ഷ്യം അത് ഇഫക്റ്റീവ് ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് ഓഡിറ്റിംഗ് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ഓഡിറ്റിങ്ങിലൂടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് ഇംപ്രൂവ്മെന്റുകൾ വരുത്താം. ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിനെ മെഡിക്കൽ ഓഡിറ്റ് എന്നും പറയും. നമ്മൾ ഡിപ്ലോമയിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് സോ. ഇല്ലേ, പഠിച്ചിരുന്നില്ലേ? ക്ലിനിക്കൽ ഓഡിറ്റിനെ മെഡിക്കൽ ഓഡിറ്റ് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇതെന്താണ്? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്.
മെഡിക്കൽ ഓഡിറ്റ് ഓർ ക്വാളിറ്റി ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ് ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസ് തമ്മിൽ നടക്കുന്നത് അല്ലെ. വലിയ വലിയ മൾട്ടി നാഷണൽ ആയിട്ടുള്ള കുറെ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കെ ആളുകൾ ഒത്തിരി വലിയ വലിയ ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ്. തീർച്ചയായിട്ടും അവിടെ വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. മറ്റ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഓർ ബെസ്റ്റ് വി ഹാവ് ടു ഗിവ്. നമ്മൾ കൊടുക്കേണ്ടത് അതിനേക്കാൾ ബെസ്റ്റ് അല്ലെ, ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസിൽ ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ചില ഇഷ്യൂസ് അല്ലെങ്കിൽ സം ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ പല ആസ്പെക്ടുകളും അല്ലെങ്കിൽ പല ഇഷ്യൂസിനെയൊക്കെ ബേസ് ചെയ്ത് ആ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ഹെൽത്ത് കെയർ, നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതില് നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ കാണുന്നില്ലേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ ആർക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇച്ചിരി മാറി എവിടെയെങ്കിലും മാറി ഇരുന്നാലും മതി. ഓക്കെ. അപ്പോ ഇന്ന് this term audit is used in many contexts such as economics, business, etc. ബിസിനസ്സിലും ഇക്കണോമിക്സിലൊക്കെ നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ടു എൻഷുർ, ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു എൻഷുർ ദ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, കൺസിസ്റ്റന്റ് ആൻഡ് ഇഫക്റ്റീവ് ആകണം ടു അച്ചീവ് ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ആ പ്രയത്നങ്ങൾ വളരെ നല്ല ഇഫക്റ്റീവ് ആകണം, കൺസിസ്റ്റന്റ് ആകണം. അതാണ് എന്താണ് ഈ ഓഡിറ്റിംഗ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ. ക്ലിനിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്, അവിടെ നടക്കുന്ന ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് on specific issues which is related to health care or clinical practices. അതായത് ഓരോ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ക്ലിനിക്കൽ പ്രാക്ടീസസിനകത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ ഇംപ്രൂവ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്തി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇത് ദ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഓഡിറ്റ് എന്ന് പറയുന്ന ടേം ആണ്. ആ ദ ടേം എന്ന് പറഞ്ഞിട്ടാണ് സെന്റൻസ് തുടങ്ങിയത് അടുത്ത പാരഗ്രാഫ്. പക്ഷെ നമ്മൾ ആ ദ ടേം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരില്ല. ഡാഷ് ഈസ് കറന്റ്ലി അപ്ലൈഡ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് ഈസ് കറന്റ്ലി അപ്ലൈഡ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ഡാഷ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇക്കണോമിക്സ്, ബിസിനസ്, എക്സെട്ര എക്സെട്ര. ഓക്കെ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്ത സെന്റൻസ് ഇതാണ്. ക്ലിനിക്കൽ ഓർ മെഡിക്കൽ ഓഡിറ്റ്സ് ആർ പാർട്ട് ഓഫ് continuous quality improvement process which focus on specific issues of health care or clinical practices. Underline cheyido. Yes. ഇനി അടുത്തത് നമ്മൾ വീണ്ടും അത് തന്നെയാണ്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ക്ലിനിക്കൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ തന്നെയാണ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ്. ഓക്കെ. ഇംപ്രൂവ് ചെയ്യുക, ഒരു കണ്ടിന്യൂസ് ക്ലിനിക്കൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഈ ഇംപ്രൂവ്മെന്റ് പ്രോസസ് നമുക്ക് നടത്തണമെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ സംതിങ്. എന്തിലെങ്കിലും ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തണം. എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്? ആ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം വേണ്ടേ? അപ്പൊ ഇവിടെ എന്തിനായിരിക്കും ക്ലിനിക്കൽ ഓഡിറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്? ഓൺ ദ ഇഷ്യൂസ്
ഇൻ ഹെൽത്ത് കെയറിലും ഉണ്ടാകുന്ന ഇഷ്യൂസ്. പേഷ്യൻസ് വരുന്നു, അവർക്ക് എന്താ പറയാ, അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്നു. ശുശ്രൂഷ രംഗത്താകാം, അവരിൽ നിന്ന് വാങ്ങുന്ന പൈസയുടെ രംഗത്താകാം, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിലാകാം, അവർക്ക് ചിലർക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരുണ്ട്, മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലാകാം. എല്ലായിടത്തും ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഹെൽത്ത് കെയറുമായിട്ട് വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കൊടുക്കുന്ന ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഇഫ് ദർ ഈസ് സം ഇഷ്യൂ, അതാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ക്വാളിറ്റിയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. അതിനെയൊക്കെ ഇല്ലാതാക്കി, അത്തരം ഇഷ്യൂസ് ഒക്കെ ഇല്ലാതാക്കി, അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. വീണ്ടും എടുത്ത് അങ്ങനെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ച അതേ സെന്റൻസ് തന്നെ അങ്ങനെ തന്നെ എഴുതിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാ, ഒന്ന് അങ്ങോട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണെന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെന്റൻസിനെ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് in this we can see the clinical audit is in the nature of prospective and also retrospective. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എന്താണ്? റെട്രോസ്പെക്റ്റീവുമാണ്, പ്രോസ്പെക്റ്റീവുമാണ്. എന്താണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മുൻകാല എന്താ പറയാ ഒരു സംബന്ധമായിട്ടുള്ളത്, പൂർവ്വകാല സംബന്ധമായിട്ടുള്ളത്, അതിനെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയാ. എന്ന് വെച്ചാൽ എന്താ, ചിലപ്പോഴൊക്കെ നമുക്ക് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ വി ഹാവ് ടു കമ്പയർ വിത്ത് സംതിങ്, എന്തെങ്കിലുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വർഷങ്ങളിലേതുമായിട്ട് അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. വേണ്ടേ? അങ്ങനെയല്ലേ ചെയ്യാം ചില പഠനങ്ങൾ നടത്തുമ്പോ. ഇപ്പോ നമുക്കറിയാം, ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴില്ലേ പൂർവ്വകാലത്തിലേക്ക് കൂടി ഒന്ന് എത്തി നോക്കേണ്ടി വരും. അതന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക്, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ പൂർവ്വകാല സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് they have to make the audit. അല്ലെങ്കിൽ ഓഡിറ്റിംഗിലേക്ക് കടക്കുമ്പോൾ ഇതിന് മുൻപ് എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ നടത്തിയ ഓഡിറ്റിംഗിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ അക്കൗണ്ട്സോ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് we have to compare it with the എന്താ പറയാ പ്രീവിയസ് ഇയേഴ്സ്, അല്ലെങ്കിൽ നേരത്തെ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നു, നമ്മൾ ആ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നതൊക്കെ പ്രാവർത്തികമാകാനായിട്ട് പറ്റിയോ, ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ രണ്ട് നേച്ചറിലുള്ളത്, എന്റെ പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ളത്. അപ്പൊ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് വേണം ഓഡിറ്റിംഗ് നടത്താനായിട്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബോത്ത് റെട്രോസ്പെക്റ്റീവ് ആൻഡ് ഓൾസോ പ്രോസ്പെക്റ്റീവ്. മനസ്സിലായോ എന്താണെന്നത്? രണ്ട് രീതിയിലും വരാനിരിക്കുന്നതിനെ അതുപോലെ തന്നെ പൂർവ്വകാലത്തെയും ബേസ് ചെയ്തിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ്സ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മുൻകാലത്തിലേക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠന വിധേയമാക്കേണ്ടി വരും. അല്ലാതെ ഓടി ചെന്നിട്ട് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ബുക്കൊക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ആണ്, അങ്ങനെയല്ല. ഇതുമായിട്ട് ചിലപ്പോ ഇതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ പ്രീവിയസ് കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ വി ഹാവ് ടു മേക്ക് എ സ്റ്റഡി റിഗാർഡിംഗ് ഓൾ ദാറ്റ് തിങ്സ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങളും നോക്കി. ഇവിടെ ഇപ്പോഴും സിമിലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത്. സോ അന്ന് നമ്മൾ എന്ത് ഡിസിഷൻ ആയിട്ട്, അല്ലെങ്കിൽ വാട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് അന്ന് നമ്മൾ ചെയ്തത്, അപ്പൊ അതൊക്കെ നോക്കി അത് തന്നെ ആയിരിക്കണമോ ഇവിടെ ഫോളോ ചെയ്യട്ടെ. അന്ന് അങ്ങനെ മാറ്റം വരുത്തി നമ്മൾ ഇംപ്രൂവ് ചെയ്തു, പക്ഷെ വലിയ തോതിൽ അതിന് എന്താ പറയാ ഒരു നല്ല ഒരു ഡെവലപ്മെന്റ് നമ്മൾ കണ്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ നേരത്തെ അങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള കേസസ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. അതിലെ മാറ്റങ്ങൾ വന്നപ്പോ എന്തെങ്കിലും ഇംപ്രൂവ്ഡ് ആയോ, ഉണ്ടായെങ്കിൽ വി ക്യാൻ ആക്സെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അതില്ലായെങ്കിൽ, മാറ്റങ്ങളൊന്നും ഇല്ലായെങ്കിൽ വി ഹാവ് ടു മേക്ക് എ സ്റ്റഡി ഓഫ് അവർ ഓൺ. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയാ ഡിസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ട് രീതിയിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യുക. റെട്രോസ്പെക്റ്റീവുമാണ്, അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവുമാണ്. ഓക്കെ, പ്രോസ്പെക്റ്റീവ് മീൻസ് വിച്ച് ഈസ് ടു ബി ഒക്കർ ഇൻ ഫ്യൂച്ചർ, അതായത് വരാനിരിക്കുന്ന ഫ്യൂച്ചറിൽ ഒക്കർ ചെയ്യാനിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. ഫ്യൂച്ചറിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം ഓഡിറ്റിംഗ് നടത്താൻ. ഇന്ന കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ഓഡിറ്റിംഗ് നടത്തേണ്ടത്, പൂർണ്ണമാക്കേണ്ടത്. ഓക്കെ, ഇനി
അപ്പോ നമുക്ക് പറയാം ഇത് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഈസ് എ മെത്തഡ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓഡിറ്റിങ്ങിനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഇറ്റ്സ് ദ മെത്തഡ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൂവൺ മെത്തേഡാണ്. പ്രൂവൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട ഒരു രീതിയാണ്. അപ്പൊ ഹെൽത്ത് കെയർ നല്ല രീതിയിൽ കൊടുക്കാം എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിറ്റിംഗ്, ക്ലിനിക്കൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഏത് ഓഡിറ്റ് ഈസ് എന്താ പറയാ റെട്രോസ്പെക്റ്റീവ് ഓർ പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ എന്നുള്ള സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ്സ് എ പ്രൂവൻ മെത്തേഡ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നുള്ള സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. പ്രധാനമായിട്ടുള്ള കുറെ സെന്റൻസുകൾ ഞാൻ പറയുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അല്ലാതെ പറയുന്നത് ഇതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ഒരേ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും വീണ്ടും പറയാണ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു ബ്രിങ് സം ക്ലിനിക്കൽ പ്രാക്ടീസസ് ഫോർ മേക്കിംഗ് സം ഇംപ്രൂവ്മെന്റ്സ്. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത അതൊരു പ്രത്യേക രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് വേയില് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിനിക്കൽ പ്രാക്ടീസസ്, നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസസ് കൊണ്ടുവരാം. ആൻഡ് ഓൾസോ വി ക്യാൻ മേക്ക് സം ഇംപ്രൂവ്മെന്റ്സ്, അതിന് ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാം. ഇത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അങ്ങനെ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇറ്റ് വിൽ എയിം ടു എൻഷുർ ദ പേഷ്യന്റ് ഹാസ് given high standard of care. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താം പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആണ്, നല്ല നിലവാരമുള്ള ഉയർന്ന നിലവാരമുള്ള കെയർ ആണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ലക്ഷ്യം വെക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഏത് നല്ല രീതിയിലുള്ള ഓഡിറ്റ് ആണെങ്കിൽ. അപ്പൊ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കീ കമ്പോണന്റ് എന്നാ പറയണേ, ഒരു കീ ഫാക്ടർ ആണ്, ഒരു കീ ഘടകമാണ്. പ്രധാനപ്പെട്ട എന്നുണ്ട് അവിടെ കീയുടെ അർത്ഥം. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ഘടകമാണ്. എന്തിനെ എയിം ചെയ്യുന്നതാണ്? വിച്ച് എയിംസ് ടു എൻഷുർ ദാറ്റ് ദ പേഷ്യൻസ് ആർ ഗിവൺ ഓർ പേഷ്യൻസ് റിസീവ് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. നല്ല ഉയർന്ന നിലവാരമുള്ള കെയർ കിട്ടുന്നു എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടെ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓഡിറ്റിന് നമുക്കൊരു കീ കമ്പോണന്റ് ആണെന്ന് പറയാം. അപ്പൊ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിലും ഓഡിറ്റിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓഡിറ്റിംഗ് കണക്ക് പുസ്തകങ്ങളിൽ മാത്രമല്ലേ ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. തീർച്ചയായിട്ടും അല്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പരിശോധനയാണ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരിശോധനയാണ്, ഇൻസ്പെക്ഷൻ ആണ്. അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് കണക്കുകളിൽ മാത്രമല്ല നടത്തേണ്ടത്. കണക്ക് പുസ്തകങ്ങൾ മാത്രം ശരിയാക്കിയാൽ പോരാ. കെയറിങ് കൊടുക്കുന്നതില് അല്ലെങ്കിൽ പേഷ്യൻസിനെ എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന കൺസൾട്ടേഷന്റെ സമയത്ത് ഒത്തിരി സമയം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ഒ പി ഡിപ്പാർട്ട്മെന്റുകളില്, ഫാർമസിയില്, ഏത് മേഖലകളിലാണ് ഇൻസൈഡ് ദ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിനകത്ത് അവർക്കുണ്ടാകുന്ന എന്ത് ഇഷ്യൂസും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ അത്തരം കാര്യങ്ങളിൽ പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റ് എന്ന കമ്പോണന്റ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത്രയും വരെ ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഓഡിറ്റ് ഈസ് എ key component of clinical governance which aims to ensure that the patients receive high standard of care എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. യെസ്, ആ ഒരു അവിടെ വരെ അടുത്ത ഹെഡിങ് വരെ ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാൻ ഞാനൊരു ഒരു മിനിറ്റ് സമയം തരാം കേട്ടോ. ഇനി എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് ക്ലിനിക്കൽ ഔട്ട്കം. എന്താണ് ക്ലിനിക്കൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ? എന്താ? റിസൾട്ട്. ഒരു ക്ലിനിക്കില് നടക്കുന്ന അതിന്റെ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. അത് എന്താ പറയാ ഒരു റിസൾട്ട്. നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് നോക്കുക? റിസൾട്ട് എങ്ങനെ നോക്കുക? ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികൾ പഠിക്കുന്ന ആ ഒരു എന്താ പറയാ കോഴ്സ് എന്താണോ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റിസൾട്ടിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് പാസ് ആകുള്ളൂ, അല്ലെ? ആ പാസിനേക്കാൾ നല്ല മാർക്ക്, ഹൈ മാർക്ക്, ഫുൾ മാർക്ക് കിട്ടുന്നവരുണ്ട്. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു നിലവാരം. ആ നിലവാരത്തിൽ എബവിലേക്ക് പോയാലാണ് നമുക്ക് എന്താകുക? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു അച്ചീവ്മെന്റ്. അതിന്റെയൊക്കെ താഴേക്ക് പോയാൽ ആവറേജ് താഴേക്ക് പോവുക,
അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നതിന്റെ അടിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ പറയും അത് നമ്മൾ ആ ലെവലിലേക്ക്, ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ റീച്ച് ചെയ്തില്ല എന്ന് പറയും അല്ലെ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ഏത് ഹോസ്പിറ്റൽസിനും അതുപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ ആയാലും ദേ ഹാഡ് സം സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അവർക്ക് അവരുടേതായ ഒരു ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് പറഞ്ഞേക്കണേ. അതായത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഈ എന്താ പറയാ ചില എവിഡൻസുകളുടെ അടിസ്ഥാനത്തില് മുൻകൂട്ടി അല്ലെങ്കിൽ നേരത്തെ ഉള്ള ചില എന്താ പറയാ കെയറിങ് കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യത്തിലോ അതിനൊക്കെ ചില എവിഡൻസ് ഉണ്ട്. അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവോടുകൂടി ഇപ്പൊ രോഗത്തിന് ഇന്ന മെഡിസിൻസ് നമുക്ക് കൊടുക്കാം, അത് തെളിയിക്കപ്പെട്ട രീതിയിൽ ആണെങ്കിൽ നമുക്കത് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പൊ അതായത് ഇന്ന രോഗത്തിന് നമ്മൾ ഇന്ന മരുന്നാ കൊടുത്തേ, അപ്പൊ ആ മരുന്ന് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച രീതി വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. സോ വി ക്യാൻ യൂസ് അഗൈൻ ആൻഡ് അഗൈൻ. നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ, അതായത് നല്ല രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന കുറെ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അതനുസരിച്ച് ആ മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും? If you have to make some improvement in the quality of that particular medicine, ആ മെഡിസിൻ പറ്റില്ല. കാരണം അതിന്റെ ക്വാളിറ്റിയിൽ അത്ര അങ്ങോട്ട് പോരാ. അതിനൊക്കെ കുറച്ചുകൂടി പുതിയ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിന്റെ എബവ് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിന്റെ എബവ് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആ റിസൾട്ട് ബേസ് ചെയ്തിട്ട് നമ്മളത് എവിഡൻസ് പ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട മെഡിസിൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ തരം ഓഡിറ്റിങ്ങിലൂടെയാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നേരത്തെയുള്ള മെഡിസിന്റെ ഉപയോഗം എന്തൊക്കെയായിരുന്നു, അത് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ പേഷ്യൻസിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ഉപയോഗിച്ച് അത് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മെഡിസിൻസിനെയാണ് വിളിക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏറ്റവും മികച്ച തെളിവുകളായിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇന്ന പേഷ്യൻസിന് അത് കൊടുത്തപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇത്രയും പേഷ്യൻസ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഒരു ആൾക്ക് കൊടുത്തു, ആൾക്കത് ഫലവത്തായി, മറ്റേ പക്ഷേ കുറച്ചൊരു 10-20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് കൊടുത്തപ്പോൾ അത് അത്രയും ഇഫക്റ്റീവ് ആയില്ല. അപ്പൊ നമ്മളത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയാണ് നമുക്ക് കൂടുതൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? ആ മെഡിസിൻ കൊടുത്തിട്ട് ആ രോഗത്തെ ഭേദമാക്കാനോ അല്ലെങ്കിൽ അത്തരം ഇഷ്യൂസിനെ നമുക്ക് ഇല്ലാതാക്കാനോ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ നോക്കുക. അത്തരം മെഡിസിൻസിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്നത്? അപ്പൊ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് അത് മെഷർ ചെയ്യുന്നതൊക്കെ ക്ലിനിക്കൽ ഓഡിറ്റിലൂടെയാണ്. ആൻഡ് ഓൾസോ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് കെയർ. അങ്ങനെ ഹെൽത്ത് കെയർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന് ആണ് പറയാ. ഇനി ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ? ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു തെളിയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉപയോഗിച്ച് നോക്കി തെളിവുകളോട് കൂടിയിട്ടുള്ള മെഡിസിൻസ് മാത്രമല്ല. ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ ഡിസീസ്ഡ് ബേസ്ഡ് ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ മോർബിഡിറ്റി. ഡിസീസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമാകാം, അതുപോലെ തന്നെ മോർബിഡിറ്റി രോഗാവസ്ഥയെ ബേസ് ചെയ്തിട്ടുള്ളതുമാകാം ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ഓഡിറ്റ് ടോപ്പിക് ഓഫ് ഓഡിറ്റ്, ക്ലിനിക്കിലെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഡിസീസ് ബേസ്ഡ്. ഇപ്പൊ രോഗത്തെ ബേസ് ചെയ്തിട്ട് ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു പ്രദേശത്തെ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള രോഗം, ഇഷ്ടംപോലെ അങ്ങനെ പ്രദേശം അനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ. കോഴിക്കോടൊക്കെ ഒരു തരം പനിയൊക്കെ ഇറങ്ങിയതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ വഴിയോ ഒക്കെ സ്പ്രെഡ് ആയ ചില രോഗമാണ്. ഓക്കെ, നിപ്പ തന്നെ. അപ്പൊ അത്തരം രോഗങ്ങൾ ആ ഒരു ലൊക്കാലിറ്റിയിലാണ്. പക്ഷെ അത് അവിടെ കണ്ടുപിടിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ടതോ അത് അടുത്ത നെയ്ബർഹുഡിലേക്ക് അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ വ്യാപിക്കാതിരിക്കാനുള്ള ഒരു എന്താ പറയാ നമ്മൾ ചില പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു വാർണിംഗ് ഒക്കെ നമുക്ക് തന്നിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ വന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടെത്തി. അപ്പൊ മെഡിസിൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? അപ്പൊ അത്
പ്രത്യേകമായിട്ട് പരിശോധിച്ച് അറിഞ്ഞിട്ടാണ് അല്ലെ, പരിശോധനയിലൂടെ. അപ്പൊ രോഗത്തെ ബേസ് ചെയ്തിട്ട് പരിശോധിച്ചിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ രോഗാവസ്ഥയുണ്ട്. രോഗാവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള പഠനമൊക്കെ നടത്തി. അപ്പൊ അങ്ങനെയും വരും എന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇതില് ക്ലിനിക്കില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ. ഓക്കെ, വീണ്ടും ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏതാണ് the topic for audit could be based on disease or based on morbidity. Morbidity എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ, ഡിസീസ് എന്ന് പറഞ്ഞ രോഗം. അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി നമ്മളുടെ നിങ്ങൾ നാബ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നാബ് സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ഓരോ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹാവ് ടു കണ്ടക്ട് ക്ലിനിക്കൽ ഓഡിറ്റ് വൺസ് ഇൻ എ ഇയർ അല്ലെ. ഓരോ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചുള്ള ഓഡിറ്റിംഗ് എന്ത് ചെയ്യേണ്ടി വരും? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം, അതിന്റെ ഒരു എന്താ പറയാ നിയമങ്ങൾ പ്രകാരം വൺസ് ഇൻ എ ഇയർ, വർഷത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തേണ്ടതാണ് എന്നുള്ള സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തിരിക്കുക. As per NAB standards, the organization shall conduct one clinical audit per department per year. എന്ന് വെച്ചാൽ അർത്ഥം പെർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് തോറും ഓരോ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തണമെന്നാണ് നാബ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? അതെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രകാരം പെർ ഡിപ്പാർട്ട്മെന്റ് പെർ ഇയർ എന്നാണ്. അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി ഒന്നത് വേഗം ഒരു പേജ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മള് ഇന്ന് എടുത്തത് മുതൽ വായിച്ചാൽ മതി. സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങി ബാക്കി അതിന്റെ പാരഗ്രാഫ് ഒന്ന് പഠിച്ചതാണ്. കഴിഞ്ഞോ വായിച്ച്? അപ്പൊ നോക്കാം നമുക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ വിവിധ രീതികളൊക്കെയാണ് പറയുന്നത്, വിവിധ എന്താ പറയാ ടൈപ്സിനെയാണ് പറയുന്നത്. ഇനീഷ്യലി അവർ പറയുന്നു പേഷ്യൻസ് കെയറിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ആസ്പെക്ട്സ് വെച്ചിട്ട് നമുക്ക് ഓഡിറ്റുകളെയൊക്കെ തരംതിരിക്കാം. അതിന് നമ്മളിവിടെ പറയുന്നത് ഒരു സ്മോക്കിംഗ് ബിഹേവിയേഴ്സ് ഓഫ് പേഷ്യന്റ്, അതായത് ചില ആളുകളിലുള്ള ഒരു സ്മോക്കിംഗ് ബിഹേവിയർ അറിയാലോ അല്ലെ, പുകവലി ശീലം അല്ലെ, അത്തരം ശീലത്തെ അങ്ങനെ ശീലമുള്ള ചില രോഗികളുണ്ട്. അവരുടെ ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് അത് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് ഇവിടെ ഓഡിറ്റിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്, ഓഡിറ്റിന്റെ ടൈപ്സിനെ കുറിച്ചിട്ട്. ഏത് രീതിയിലുള്ള ഓഡിറ്റിംഗ് നടത്തണ്ടേ എന്ന് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞേ, ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ് ആണ് നടത്തണ്ടേ എന്ന് അറിയണമെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ്, ഒരു ടാർഗറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്മോക്കിംഗ് ബിഹേവിയർ ഓഫ് പേഷ്യൻസിന്റെ ആ ഒരു രീതി, അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് ഓഡിറ്റിന്റെ പല രീതിയിൽ നമ്മളിവിടെ തരംതിരിക്കുന്നത്. ഒന്നാമത്തേത് സ്ട്രക്ചർ ഓഫ് കെയർ. സ്ട്രക്ചർ ഓഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ പറയുക കെയർ, ഏത് ഘടനയിലുള്ള ഒരു കെയർ ആണ്.
എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റിസോഴ്സസ് റിക്വയർഡ്. എന്തൊക്കെയാണ് ആവശ്യം, അതായത് എങ്ങനെയുള്ള ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ ഓഡിറ്റിന്റെ തരം തിരിച്ച് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റാണ് സ്ട്രക്ചർ ഓഫ് കെയർ എന്ന് പറയുന്നത്. ഏത് രീതിയിലുള്ള കെയറിംഗ് ആണ് കൊടുക്കണ്ടേ, അതിന് എന്താണ് നമ്മൾ വേണ്ടത്, അതിന് എന്തൊക്കെ ആവശ്യമായ റിസോഴ്സസ് ഉണ്ടെന്ന് അറിയണം അല്ലെ. ആവശ്യം വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ്, അതിന് അവരൊരു എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ സ്മോക്കിംഗ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണല്ലോ പഠനം എടുക്കുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് തയ്യാറാക്കാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവര് എക്സാമ്പിൾ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക് ഇൻ ദ ലൊക്കാലിറ്റി. ആ പർട്ടിക്കുലർ ഏരിയയില് ഈ സ്മോക്കിംഗ് അവസാനിപ്പിക്കാൻ എന്ന് വെച്ചാൽ പുകവലി ശീലം ഇല്ലാതാക്കാനുള്ള ക്ലിനിക്ക് അവിടെ അവൈലബിൾ ആണോ അല്ലയോ, അതാണ് സ്ട്രക്ചർ. അതായത് സ്ട്രക്ചർ ഓഫ് കെയർ, എന്ത് രീതിയിലുള്ള കെയർ കൊടുക്കും എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ സ്മോക്കിംഗ് ബിഹേവിയറെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ. അതിൽ ഫസ്റ്റ് റിസോഴ്സ് എന്താ, ഇത് നിർത്താനായിട്ട് ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ആളുകളുടെ പുകവലി ശീലം നിർത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയാ മരുന്നോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ക്ലിനിക്ക് അവിടെ അവൈലബിൾ ആയിരിക്കണം ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ. വേണ്ടേ? അങ്ങനെയാണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കിടക്കുമ്പോ ചിലപ്പോ നമുക്ക് അത്ര അങ്ങോട്ട് പെട്ടെന്ന് നമ്മള് എന്താ പറയാ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളും ഹ്യൂമൻ റിസോഴ്സും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ ഡിസാസ്റ്ററും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓഡിറ്റിംഗിലേക്ക് പരിശോധനയിലേക്കാ വരുന്നത്. അപ്പൊ പരിശോധന അതായത് ഒഫീഷ്യൽ പരിശോധനയാണ്, ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് അക്കൗണ്ടുകളാണ്, റെക്കോർഡുകളാണ്. അപ്പൊ നമ്മൾ അതിനകത്തേക്കാണ് വരുന്നത്, പരിശോധനകളിലേക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഒരു എന്ത് തരത്തിലുള്ള കെയർ ആണ് സ്ട്രക്ചർ ഓഫ് കെയർ, അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിസോഴ്സസ് അവൈലബിൾ ഓർ റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട്. അതിന് ഇപ്പൊ സ്മോക്കിംഗ് ഹാബിറ്റ് ആളുകളുടെ സെസേഷൻ ടു സ്റ്റോപ്പ്, ടു ക്വിറ്റ് ദ സ്മോക്കിംഗ് ഹാബിറ്റ്. അതല്ല സെസേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ടു ക്വിറ്റ് എന്നാണ്, ഇല്ലാതാക്കാൻ, നിർത്തുക എന്നൊക്കെയാണ്. അപ്പൊ അത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്ക് ആ ലൊക്കാലിറ്റിയിലുണ്ട്, അതാണ് അവിടുത്തെ റിസോഴ്സ്. ഓക്കെ, അത് സ്ട്രക്ചർ ഓഫ് കെയർ. രണ്ടാമത്തേത് പ്രോസസ് ഓഫ് കെയർ ആണ്. എന്താ പ്രോസസ് ഓഫ് കെയർ എന്ന് പറയുന്നത്? അതായത് what are the actions or decisions to be taken by the practitioners using this users. അതായത് ഈ നമ്മളുടെ നിലവിലുള്ള ആൾക്കാർ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സിനെ ഉപയോഗിച്ചിട്ട് പ്രാക്ടീഷണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ്, അവരൊക്കെയാണ് പ്രാക്ടീഷണേഴ്സ്. അവർക്ക് എന്ത് തീരുമാനങ്ങൾ എടുക്കാം, എന്ത് ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് പ്രോസസ് ഓഫ് കെയർ. ഇത് നിർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും, എന്ത് ആക്ഷൻ. ഇത് മരുന്ന് മാത്രം കൊണ്ട് മാറുന്ന ഒരു കാര്യമില്ല, ആ ഹാബിറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. സോ വാട്ട് ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ, എന്ത് ആക്ഷൻ അതിനു വേണ്ടി എടുക്കും, എന്തിലേക്ക്. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തില് ശ്രദ്ധ കൊണ്ടുവന്ന ചില ശീലങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറില്ലേ? ഒരു ദിവസത്തിലെ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ ഉള്ള ആപ്പുകള് എത്ര സമയം ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ സെറ്റിംഗ്സിൽ കിടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഫേസ്ബുക്ക് എത്ര നേരം ഉപയോഗിച്ചു, ഇൻസ്റ്റഗ്രാം എത്ര ഉപയോഗിച്ചു അല്ലെ, വാട്സപ്പ് എത്ര ഉപയോഗിച്ചു, ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ ഗൂഗിൾ മറ്റേ സാധനമൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് അതിനുവേണ്ടി എത്ര ഉപയോഗിച്ചു. അപ്പൊ എത്ര ഡാറ്റ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഓരോന്നും പർട്ടിക്കുലർലി ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നേരം ഞാൻ അതിനകത്ത് തോണ്ടിക്കൊണ്ടിരുന്നോ അല്ലെ. ഒരു ഡേയില്, ഒരു പർട്ടിക്കുലർ ഡേയില് ഞാൻ ഇത്ര സമയമാണ് ആ ഒരു ആപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിലാണോ ഇൻസ്റ്റഗ്രാമോ ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തോ, നമ്മൾ പോലും അറിയില്ല. അടുത്ത് തന്നെ എന്തെങ്കിലും നടന്നാൽ പോലും അറിയില്ലാത്ത രീതിയിൽ നമ്മൾ അത്രയും നേരം അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ആണ് നമ്മൾ ഇത്രയും സമയം അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആകുന്നത്. ആൻഡ് ഇഫ് യു ആർ എൻഗേജ്ഡ് ഇൻ എനി അതർ ആക്ടിവിറ്റീസ്, എന്നാൽ നമ്മൾ ഇതിന് പുറമെ മറ്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആകുകയാണെങ്കിലോ ഇതിന്റെ ഉപയോഗം കുറെ കുറയ്ക്കാലോ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ സ്മോക്കിംഗ് ബിഹേവിയറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വാട്ട് ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ, എന്ത് ആക്ഷൻ എടുത്താൽ പറ്റും ഇവരിതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാം, അത് ഇവര് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആരെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ സ്മോക്കിംഗ് ബിഹേവിയർ ഉള്ള ആളുകളെ വെച്ചിട്ട് പഠിച്ച് അതിന് ആക്ഷൻ എടുക്കും. ഓക്കെ, അതാണ് പ്രോസസ് ഓഫ് കെയർ. അതിന് അവർ എക്സാമ്പിൾ പറയുന്നുണ്ട്. അവര് എന്താ പറയാ, ഇവരെ കൊണ്ടുവന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണ്ടേ, അതിന് സമയം എത്ര നേരം അവർക്ക് അവരുടെ വെയിറ്റിംഗ് ടൈം വേണ്ടി വരും.
ഓരോ പേഷ്യൻസിനെ നോക്കി അവരെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി അവരുടെ ഹാബിറ്റ് മാറ്റാൻ വേണ്ടി. അപ്പൊ അതിനൊക്കെ വെയിറ്റിംഗ്, ബാക്കിയുള്ള പേഷ്യൻസിന് അവിടെ വെയിറ്റിംഗ് ഉണ്ട് അല്ലെ, വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പൊ ഒരു അപ്പോയിന്റ്മെന്റിന് വെയിറ്റിംഗ് ടൈം എത്രയാണ് ക്ലിനിക്കിൽ എടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ, അതാണ് പ്രോസസ് ഓഫ് കെയർ. അപ്പൊ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഓഡിറ്റിംഗ് നമ്മൾ നടത്തേണ്ടതാണ് ആ പറഞ്ഞു വരുന്നത്. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത്, പിന്നെ അവർക്ക് കൊടുക്കുന്ന കെയറിംഗിന്റെ പ്രോസസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമുക്ക് ഓഡിറ്റിംഗ് നടത്തേണ്ടിയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഔട്ട്കം ഓഫ് ദ കെയർ. എന്താണ് ഔട്ട്കം? ഔട്ട്കം എന്ന് പറയുന്ന റിസൾട്ട് ആണ്. എന്ത് റിസൾട്ട് ആണ് ഇതുകൊണ്ട് ഉണ്ടായത്? എന്ത് റിസൾട്ട് ഉണ്ടാകണം അല്ലെ? ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും സ്മോക്കിംഗ് ബിഹേവിയർ അപ്പാടെ ഉപേക്ഷിക്കണം. അപ്പോഴല്ലേ നല്ല റിസൾട്ട് ഉണ്ടായി. യെസ്, വെരി ഗുഡ്. അവരെ ക്വിറ്റ് ചെയ്യണം, എല്ലാവരും അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം, ആ ഒരു ബിഹേവിയറിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതിന് ഫിസിക്കൽ ആയിട്ടുള്ള മെഷേഴ്സ്, അവരുടെ ബിഹേവിയറൽ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ആ ബിഹേവിയറിൽ മാറ്റം വന്നോ, പകുതിയോളം പേര് മാറിയുള്ള, മുഴുവൻ പേരും അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തോ അല്ലെ? ദാറ്റ് മീൻസ് എത്ര ആളുകൾ, സ്മോക്കേഴ്സ് എത്ര പേര് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ആ ഒരു ഒരു ഇയർലി ആണ് ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത്. എല്ലാ ദിവസവും നടത്താൻ പറ്റുന്ന കാര്യമല്ല ഓഡിറ്റിംഗ്. കണക്ക് പുസ്തകങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, കുടുംബശ്രീയിലെ ബുക്കുകളും കണക്കുകളൊക്കെ എല്ലാ ദിവസവും ഓഡിറ്റിങ്ങിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല, വൺസ് ഇൻ ഇയർ ആണ് അല്ലെ? ഫിനാൻഷ്യൽ ഇയർ ഒക്കെ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഓഡിറ്റിംഗ് ഒക്കെ നടത്താം. ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയോ? ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് യെസ്, മാർച്ച് 31 ഫ്രഷ് ഇയർ ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ സമയത്തിനുള്ളിൽ അവര് കണക്ക് പുസ്തകങ്ങളൊക്കെ ക്ലിയർ ചെയ്ത്, ഏത് ഓർഗനൈസേഷൻസ് ആയാലും, ഏത് ബിസിനസ് ഓർഗനൈസേഷൻസ് ആയാലും അവരുടെ കണക്ക് പുസ്തകങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ആക്കി മാറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നെക്സ്റ്റ് April 1 ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുക. അപ്പൊ ഒരു ഇയറിൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ എത്ര ആളുകൾ ക്വിറ്റ് ദ സ്മോക്കിംഗ് ഹാബിറ്റ്, ആ സ്മോക്കിംഗ് ബിഹേവിയർ എത്ര പേര് ക്വിറ്റ് ചെയ്തു, അതിന്റെ ഒരു റെസ്പോൺസ് അത് കണ്ടുകൊണ്ട്, അതാണ് ഔട്ട്കം. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ കെയർ. അത് നമ്മൾ കൊടുത്ത കെയറിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗിന്റെ ടൈപ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു സ്മോക്കിങ്ങിനെ കുറിച്ച് ഒരു ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞത് മാത്രം. അങ്ങനെ ഓരോ ഡിസീസസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ ആയിട്ട് ബന്ധപ്പെടുത്ത് ആണ് എന്ത് ചെയ്യേണ്ടത്, പഠനങ്ങൾ നടത്തേണ്ടത്. ഓക്കെ, സോ ആ മൂന്ന് ഇതും ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. സ്ട്രക്ചർ ഓഫ് കെയർ, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ resources required. Okay, process of care refers to the actions and decisions taken by the practitioners with the users. Usersമായിട്ട് പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യുന്നു, അതിന് എടുത്ത തീരുമാനങ്ങളും അതുപോലെ തന്നെ ആക്ഷൻസും. ഔട്ട്കം ഓഫ് ദ കെയർ എന്ന് പറയുന്നത് മെഷർ ഓഫ് ഫിസിക്കൽ ഓർ ബിഹേവിയറൽ റെസ്പോൺസ് ടു ആൻ ഇന്റർവെൻഷൻ. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഇടപെട്ടപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ എന്താ പറയാ, ബാഹികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ബിഹേവിയർ സംബന്ധമായിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു, എത്ര പേര് അതിൽ ക്വിറ്റ് ചെയ്തു, ആ മൂന്ന് സെന്റൻസുകൾ നിർണ്ണയം ചെയ്യാം. ഓക്കെ, യെസ്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും അവർ ഒരു എക്സ്പ്ലനേഷൻ കൂട്ടിച്ചേർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓഡിറ്റ് ഈസ് ഐദർ റെട്രോസ്പെക്റ്റീവ് ഓർ പ്രോസ്പെക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, അതായത് പൂർവ്വകാലാടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓഡിറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ രണ്ട് നേച്ചറിലുള്ളതാണ് നമ്മുടെ ഓഡിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് അല്ലെ, മുൻപേ ഉള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ഈ റെട്രോസ്പെക്റ്റീവ് നേച്ചറിലുള്ള ഓഡിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഓൾറെഡി അവൈലബിൾ ഡാറ്റ. അതായത് ആ ഓഡിറ്റിംഗ് നടക്കുന്നതിന് മുമ്പേ, ഓഡിറ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന് മുമ്പേ തന്നെ വി വിൽ ഡിപെൻഡ് അപ്പോൺ ദ ഡാറ്റ വിച്ച് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. നേരത്തെ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നു ഓഡിറ്റിംഗിന് വേണ്ടി. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ആ പർട്ടിക്കുലർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡാറ്റാസ് നേരത്തെ കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നേരത്തെ അങ്ങനെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നത് കൊണ്ടാണത്. അപ്പൊ ആ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്.
അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉള്ളതാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ വരുമ്പോ എന്ത് പറ്റും അറിയാമോ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അന്നത്തെ ഡാറ്റാസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഡാറ്റാബേസ്. അത്തരം ഡാറ്റാസ് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഇന്ന് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്ത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ പോലെയുള്ള ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് EMIS ആണ്. EMIS എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്ക. EMIS-ന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേക്ക. ഇലക്ട്രോണിക് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇലക്ട്രോണിക് മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക് ഡാറ്റാബേസിന്റെ സഹായത്തോടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ഇറ്റ്. അത്തരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാം. എന്നാൽ മാത്രമല്ല അത് നമുക്ക് സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. സാമ്പിൾ സൈസ് ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. സാമ്പിൾ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, അതെ, നേരത്തെ ഉള്ളത് നോക്കിയിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് പഠന വിധേയമാക്കാനായിട്ട് പറ്റുന്നതാണ്. റെട്രോസ്പെക്റ്റീവ് അനാലിസിസിന് നമുക്ക് ഈ ഒരു ലാർജ് സൈസ്ഡ് ഡാറ്റാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നതോ, പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഇതുപോലെയാണോ? അല്ല, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം റെട്രോസ്പെക്റ്റീവ്. അതുപോലെ എന്താ പറയാ, പ്രീവിയസ് ആയിട്ട് നമുക്ക് അവിടെ ഒന്നും ഇല്ല, പുതിയതാണ്. ഇത് ഒരു പ്രത്യേക സിറ്റുവേഷൻ. ഇത് ഇങ്ങനെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ ഡാറ്റ ഇല്ല ഓൾറെഡി. ഉണ്ടോ? പുതിയതായിട്ട് ഇപ്പൊ നമ്മൾക്ക് കൊറോണയൊക്കെ വന്നു. കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് നമുക്ക് അത്രയും വലിയ ഈ ഒരു ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും പടർന്നു വന്നിരിച്ച ഇത്രയും എപ്പിഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും ഇല്ല. മാത്രമല്ല, ഉണ്ടായിരുന്നെങ്കിൽ വളരെ പണ്ടായിരുന്നു. അന്ന് ഈ ഇലക്ട്രോണിക് ഡിവൈസുകളും ഇല്ല, ഇലക്ട്രോണിക് മെഡിക്കൽ സിസ്റ്റം ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ല. അല്ലെ, നമുക്ക് എടുത്തിട്ട് വെച്ചിട്ട് പഠിച്ചു അതിന് നമ്മൾ എന്താ മെഡിസിൻസ് കൊടുത്ത ആളുകളെയൊക്കെ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അന്നേരം നോ ഡാറ്റ അവൈലബിൾ. പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ അതിൽ ഡാറ്റ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഗോ ത്രൂ ദ നോട്ട്സ് ഓഫ് ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ രോഗിയുടെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് അവർ ഓൺ ഡാറ്റാബേസ്. നമ്മൾ നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമ്മൾ പുതിയതായിട്ട് ഒരു ഡാറ്റാബേസ് അതിനുവേണ്ടി ഉണ്ടാക്കുന്നത്. ഇന്ന പേഷ്യൻസിന് ഇന്നതൊക്കെയാണ് അവരുടെ കണ്ടീഷൻസ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ്, രോഗം ഇന്നതാണ്, ഇന്ന മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇന്ന മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പർട്ടിക്കുലർ ആ പേഷ്യന്റിന്റെ നോട്ട്സ് നോക്കി വി ഹാവ് ടു ക്രിയേറ്റ് ഓർ ഡെവലപ്പ് അവർ ഓൺ ഡാറ്റാബേസ്. നമ്മൾ അതിനൊരു ഡാറ്റാബേസ് ഉണ്ടാക്കിയെടുക്കും. ഇത് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ it is not easy. It's a time consuming task. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അത്ര എളുപ്പമൊന്നും തീരില്ല. കാരണം ഇതൊരു സമയം എടുക്കും. കാരണം നമ്മൾ പുതിയ കാര്യത്തെ കുറിച്ച് പഠിച്ച് എടുത്തിട്ടല്ലേ നമ്മൾ നമ്മളുടേതായ ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന ഐഡിയാസ് ഒക്കെ കൂടി ചേർത്ത് പുതിയ ഡാറ്റാബേസ് ഉണ്ടാക്കണേ. അപ്പൊ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. തീർച്ചയായിട്ടും സമയം എടുക്കും. പക്ഷേ സമയം എടുത്താലും ഇറ്റ് വിൽ ബി effective one if it is properly done. വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് ഒരു ടോപ്പിക് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം എഴുതിയിട്ട് വരാൻ പറയാണ് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ കൊടുക്കാറുണ്ട്. നമുക്ക് ഇത് ഒരു ചെറിയ ഡ്യൂറേഷനുള്ള കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് തരാനൊന്നും നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കും അതിന് സമയമില്ല. ഒരുപാട് നേരം മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയതുകൊണ്ട് അല്ലെ. ഇന്റേണൽ മാർക്കൊക്കെ ചില കോഴ്സസിനൊക്കെ കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പൊ ടീച്ചിങ്ങിന്റെ ആ ഒരു സെഷനിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ കൊടുക്കും. അവർ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ, നമ്മൾ അതിന് സമയം എടുത്ത് കണ്ടെത്തി മനസ്സിലാക്കി പോരായ്മകളൊക്കെ തിരുത്തി അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പൊ അത് വളരെ ഇഫക്റ്റീവ് ആണ്. എന്റെ സ്വന്തം ക്രിയേഷൻ ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഫ്രഷും ആണ്, മറ്റാരും ഉപയോഗിച്ചതല്ല. എന്നാൽ പ്രീവിയസ് റെട്രോസ്പെക്റ്റീവ് ഡാറ്റ എടുത്തത് ഇറ്റ്സ് ഓൾറെഡി യൂസ്ഡ് ബൈ സംവൺ ആൻഡ് ഓൾസോ ദേ ഹാവ് ക്രിയേറ്റഡ് സം ഡാറ്റാബേസ്. അത് ആരൊക്കെ ഉപയോഗിച്ചതാണ്, അവരുടേതായ രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തത്. അത് വേറെ ആൾക്ക് ബുദ്ധിയാണ് അല്ലെ. ഇവിടെ സമയമെടുക്കുമെങ്കിലും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ അല്ലെ. അതാണ് പ്രത്യേകത. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റെട്രോസ്പെക്റ്റീവും
പ്രോസ്പെക്റ്റീവും ആയിട്ടുള്ള നേച്ചർ ഓഡിറ്റിനുണ്ട് എങ്കിലും രണ്ടും ഡിപ്പെൻഡ് ചെയ്തും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, മനസ്സിലാക്കാം, ഇംപ്രൂവ്മെന്റുകൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുത്താം, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാം. പക്ഷെ ഈ പ്രോസ്പെക്റ്റീവിന് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, will take time but it will be effective. സമയമെടുക്കുമെങ്കിലും ഇഫക്റ്റീവ് ആയിരിക്കും നല്ല രീതിയിൽ അത് ചെയ്താൽ, ഓഡിറ്റിംഗ് അങ്ങനെ ചെയ്താൽ. ഓക്കെ, നേരത്തെ ഉള്ളതിനൊന്നും നമ്മളൊന്നും ഡിപ്പെൻഡ് ചെയ്തില്ല, ഇതൊരു പ്രത്യേക രീതിയിലുള്ളതാണ്, നമ്മൾ തന്നെ നല്ല രീതിയിൽ ഞാൻ എന്റേതായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ഒരു ഗ്രൂപ്പ് അതിന് ഹാൻഡിൽ ചെയ്ത് നമ്മൾ പുതിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? സെന്റൻസ് നമ്മൾ മറ്റേത് അണ്ടർലൈൻ ചെയ്താണ്, അവിടെ വേണ്ട. ഇനി a retrospective data is one where the data is already available before the audit process has begun. അവിടെ മതി, audit process has begun എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. A retrospective audit is one where the data is already available before the audit process has begun. അടുത്ത സെന്റൻസ് a prospective audit is one where data is actively collected and otherwise will not be available. നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിക്കണം, അതിനുവേണ്ടി അത്തരം ഡാറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിക്കണം. എവിടെയും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി അന്വേഷിച്ച് കണ്ടെത്തി പേഷ്യൻസിന്റെ നോട്ടുകളൊക്കെ നോക്കി അങ്ങനെയൊക്കെ എന്താ പറയാ അവിടെ ഉണ്ടാവില്ല, നേരത്തെ അങ്ങനത്തെ ഒരു കാര്യം പഠനം നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ അവൈലബിൾ അല്ലാത്തത്. ആ സെന്റൻസ് കേട്ടോ, ഡിഫറന്റ്ലി എന്നുള്ള വാക്ക് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ സ്വന്തമായിട്ട് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ടൈം കൺസ്യൂമിംഗ് ബട്ട് ഇഫക്റ്റീവ് വൺ ഇഫ് ഇറ്റ് ഈസ് ഡൺ പ്രോപ്പർലി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. വായിച്ചു. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ്. അതില് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതായത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ തത്വങ്ങളില് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക എന്ന് വെച്ചാൽ എന്താ, നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആകണം. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോഴും ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. എന്ത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആകും അല്ലെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളൊരു മനസ്സിലാണെങ്കിലും ചില ആളുകൾ മനസ്സിൽ ഒരു പ്രിപ്പറേഷൻസ് ചെയ്യും, ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമുക്കറിയാം എന്ത് കാര്യങ്ങളും ഒരു നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സക്സസ്. തീർച്ചയായിട്ടും അതൊരു സക്സസ് ആയിരിക്കും, ഒരു വിജയമായിരിക്കും. അപ്പൊ ഇവിടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ഓഡിറ്റ് പ്രോജക്ട്. ഒരു ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ പ്രിപ്പറേഷൻ ഈസ് ഓൾസോ നീഡഡ്. നല്ല രീതിയിൽ നമ്മൾ തയ്യാറെടുക്കണം. അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ കമ്പോണൻസ്, അതായത് ഒരു ഓഡിറ്റ് ഡിസൈൻ ചെയ്യാൻ, ഓഡിറ്റ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ഡിസൈൻ ചെയ്യാനായിട്ട് വാല്യുബിൾ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഹാവ് ടു ചൂസ് ദ ടോപ്പിക്. എന്തിനെ സംബന്ധിക്കുന്ന കാര്യമാണ്, എന്താണ് അതിന്റെ ടോപ്പിക്, എന്തിന്റെ ഓഡിറ്റിംഗ് ആണ്, അതിനെ കുറിച്ച് ആ ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യാം.
ഡിഫൈനിങ് ദ ക്ലിയർ പർപ്പസ്. എന്താണ് അതിന്റെ ലക്ഷ്യം? ഈ ഓഡിറ്റിങ്ങിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ക്ലിയർ പർപ്പസ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നിർവചിക്കണം, ഒരു ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ഏതാണ് ആ ടോപ്പിക്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓഡിറ്റിംഗ് നടത്തുന്നത്, രണ്ടും നിർബന്ധമാണ്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ദ നെസസറി ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഇനി അത് മാത്രമല്ല, ഇത് നമുക്ക് അത് കൃത്യമായിട്ട് ഏത് ആളുകളെ, ആ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളെ, അതിന്റെ സ്റ്റാഫ്, ഓഡിറ്റ് സ്റ്റാഫും മാത്രമല്ല, ഓഡിറ്റിങ്ങിന് വേണ്ട മറ്റ് പല റിസോഴ്സസും അവൈലബിൾ ആണോ, അത് ഉണ്ടോ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്താ പറയാ ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ചൂസിങ് ദ ടോപ്പിക്, ടോപ്പിക് തിരഞ്ഞെടുക്കുക, അതിന്റെ പർപ്പസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഓഡിറ്റിംഗ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെസസറി റിസോഴ്സസും അവൈലബിൾ ആക്കി കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് വേണ്ടി വരുന്ന 3 കാര്യം അണ്ടർലൈൻ ചെയ്തിട്ട്, essential components for designing a valuable clinical audit are എന്താ, choosing the topic, defining a clear purpose, and providing the necessary organization in terms of audit staff and resources. അതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഓഡിറ്റ് സ്റ്റാഫിനെയും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആ സെന്റൻസ് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പ്രോപ്പർ പ്രിപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോജക്ട് എന്നുള്ളതും, ദ എസെൻഷ്യൽ കമ്പോണൻസ് എന്ന് തുടങ്ങി ആ റിസോഴ്സസ് വരെയുള്ള സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഇത്ര വരെ നിർത്താണ്. കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം നിർത്തില്ല. കുറച്ച് എന്താ പറയാ ടാസ്ക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. എന്ന് പറയുമ്പോ ആ ഓഡിറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് വരുന്ന കടന്നുകൊണ്ട് കഴിഞ്ഞ് എനിക്ക് ചെക്ക് ചെയ്താറാകും. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്താണ്. അടുത്ത ദിവസം അവിടെ വരെ ഒന്ന് വായിച്ചിട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അടയാളപ്പെടുത്തിയ സെന്റൻസുകളൊക്കെ കുറച്ച് കൂടുതൽ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു.